ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉത്തരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ചോദിച്ചാലും അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി വരുന്നത്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ധാതുക്കളുടെ കലവറ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ത്രികോണ ആകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ത്രികോണ ആകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. അപ്പോൾ വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ. അപ്പോൾ മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ ആണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് നമ്മൾ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന് പറയുന്നത്. റാഞ്ചി പീഠഭൂമി, ഹസാരിബാഗ് പീഠഭൂമി, കോഡർമ പീഠഭൂമി എന്നിവ ചേർന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ ഉപദ്വീപീയ പീഠഭൂമിയാണ് റാഞ്ചി. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഉപപീഠഭൂമി ഏതാണ്? റാഞ്ചിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകളാണ് കേട്ടോ. അപ്പോൾ പരേഷ്നാഥ് കുന്നുകളാണ് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഒഴുകുന്ന പ്രധാന നദിയാണ്, ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ദാമോദർ. ദാമോദർ ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാല